ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെക്ക ഞങ്ങള് ഗ്രേസിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ബസ്സിൽ കൊണ്ടാക്കാൻ പോയത്. അപ്പൊ ഫാമിലി ആയിട്ട് ഇന്നങ്ങോട്ട് പോയി. സ്റ്റീവിന് വന്നത് ഭയങ്കര ആഗ്രഹം. അതെ അമ്മ എടുക്കണ്ടേ? അപ്പെടുക്കണോ? എന്റെ മുന്നിൽ വന്നേടാ. പിടിക്കണോ? അപ്പന്റെ പോലെ ചെരുപ്പിടേ അവനങ്ങനെ പഠിക്കട്ടെ. അവന് മറ്റേ ഷൂസ് പോലെ തന്നെ മേടിക്കണേ. ആൾക്ക് വീട്ടിക്ക് പോരണ്ട. എടുക്കാൻ സമ്മതിക്കില്ല. നോക്കോ, എടുക്കാൻ സമ്മതിക്കില്ല. അമ്മിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്ക് നടക്കണം. കാറിന്റെ അടുത്തേക്ക് ആരോടാ? റെഡി 1 2 3. റെഡി 1 2 3. ആൾക്കിപ്പോ നടക്കാനുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നും ഇപ്പൊ കുറച്ചു നേരം മുറ്റത്തേക്ക് എവിടെയെങ്കിലും ഇറക്കണമെങ്കിൽ ആളിങ്ങനെ കൈ പിടിച്ച് നടന്നോളും. വാടി. കമ്പ്യൂട്ടർ മനുഷ്യന്മാര് പോണോലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കോഴികൾക്ക് മുട്ടയിടാനുള്ള പെട്ടി ഉണ്ടാക്കണം. കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കണം, നടക്കണല്ല. ഇന്നലെ നമ്മുടെ താടി കറുപ്പിച്ചു കൂട്ടാ. മുടിവെട്ടലും ഷേവിലും ഇപ്പോൾ നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പം ഇന്നലെ പള്ളിയിൽ പോയി ഇപ്പം താടിയിട്ട് ഇത്ര സ്ഥലം മാത്രം കറുപ്പിച്ചിട്ട് പോയി. ഭയങ്കര എന്തോ ഒരു വൃത്തിയേട് പോലെ മിടുവിനൊരു തോന്നല്. അപ്പം പിന്നെ അങ്ങനെ കറുപ്പിച്ചു. നീ പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെയ്തേ. എന്റെ കൈയും കാലിട്ട് കഴുകിക്കുന്നത് കുഞ്ഞിക്കാല് കഴുകണ ചെയ്യണ്ടേ? ചേട്ടാ ബിങ്കോ എവിടെ? ബിങ്കോ എവിടെ? ബിങ്കോ ബിങ്കോ കോഴികളുടെ കൂടെയാ? സീവ് ബിങ്കോടെ ബിങ്കോ. കിടന്നു ഞൊളക്കാണ്. ഇവിടേക്ക് നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ കണക്ഷനോടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വെള്ളം കിട്ടണില്ല. ബാക്കിയൊക്കെ സ്പ്രിംഗ്ലർ അടിക്കണേ? എല്ലാവരും ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. ആഴ്ചയിൽ 2 ആഴ്ചയെങ്കിലും സ്പ്രിംഗ്ലറിൽ നമ്മൾ വിചാരിച്ചത്ര ഫുള്ളായിട്ട് അങ്ങനെ നനയൊന്നും കിട്ടാനില്ല. ചെറിയൊരു തണുപ്പ്. ചെറിയ തണുപ്പല്ല, നനയും. ഇടയ്ക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളൊന്ന് വെള്ളം അടിച്ചു കൊടുത്താൽ ഇവർക്കൊരു സന്തോഷം. അവിടെ നനയ്ക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അവിടെ വെള്ളം കിട്ടാനും. അത് വെള്ളം കിട്ടുന്നല്ലേ ചേട്ടാ? അതാ ഇത്ര നേരം നമ്മുടെ നടപ്പാതയുടെ അല്ല, ആ പുളിയുടെ ഒക്കെ ആയിരിക്കും നിറച്ചും ചവർ ആണോ? അപ്പൊ നമ്മളാ മറ്റേ മണ്ണിട്ട് തരത്തിയത് ശരിയായില്ലേ?
അപ്പൊ നമ്മുടെ കഞ്ഞി കുടിക്കാൻ പോവാണ്. കഞ്ഞി മാറിയിട്ട് അരി മാറി. ഇപ്രാവശ്യം കുത്തരി മാറ്റി ജയ അരി ആക്കി. ജയ ഇടയ്ക്കൊരു വ്യത്യാസം വേണ്ടേ. ആ അപ്പൊ നമ്മുടെ കഞ്ഞി എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോഴും ശ്രദ്ധിച്ചു വിടും. ഞാൻ ഇന്നലെ പെട്ടെന്ന് കറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തേച്ച് 5 മിനിറ്റ് പോലെ അപ്പൊ ഞാൻ കഴുകി കളഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടുത്തെ കറുത്തിട്ടില്ല. പിന്നെ മീശയും ഒരു നരച്ച മുടി വന്നായിരുന്നു. സാരിയുടെ ഒന്നിലും നന്നായിട്ട് നരയ്ക്കണം. ഈ ഇടയ്ക്ക് നരയ്ക്കുമ്പോ എന്താ വൃത്തിയുണ്ട്. കറി കഴിക്കാൻ വേണ്ടി നീ കഞ്ഞില്ലേ ഞാൻ എടുക്കണ്ട്. ഞാൻ എടുത്താ മതി, ഞാൻ എടുത്തോളാം. അവനെവിടെയെങ്കിലും ഇരുത്തണം. ഇത് ഞാൻ ഇരുന്ന് കഴിക്കാൻ വേണ്ടി അതിനൊരു കുഞ്ഞു പീസ് അരച്ച് എടുത്ത് കൊടുക്കോ. നീ പറയണേ. അമ്മ തരാം കേട്ടാ. ചേട്ടൻ കൊടുക്കോ അത് ഞാൻ കൊടുക്കണോ? കഷ്ണം എടുക്കട്ടെ, മുറിച്ചെടുക്കണ്ടേ. ആ അത്രയും കൊഴപ്പില്ല. അതൊന്ന് കൈകൊണ്ട് നീക്കിട്ട് കൊടുക്കണേ. മീൻസ് എരിവ് അത്രയും ചെല്ലണ്ട. ചെന്നൊന്നും ചുവപ്പില്ല. കറിയിലൊന്നും ഒന്ന് ഇളക്കിട്ട് കൊടുക്ക. ചേട്ടാ അത്ര എരിവ് ചെല്ലണ്ട. ആവശ്യത്തിന് എരിവുണ്ട്. ചൂടാറട്ടെ നിക്ക്. കൊടുക്ക് മതി. അയ്യോ ഒന്ന് വായയില് വെച്ചു കൊടുക്ക്. തുമ്പത്തല്ല വെച്ചു കൊടുക്കണേ. വെള്ളോ സന്തോഷമായി നിനക്ക്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവനും കിട്ടിയിട്ടുണ്ടാവില്ലേ. പിന്നല്ല. കറിപ്പാത്രം വേണ്ടേ? അന്ന് ഞാൻ കറിപ്പാത്രം മേടിക്കാന്ന് വിചാരിച്ചായിരുന്നു. ഈ ഒരു റിയൽ ലൈഫ് എന്ന് പറയുമ്പോ ഇതൊക്കെയാണ് ശരിക്കുള്ള ഒരു റിയൽ ലൈഫ് ഇട്ടാ. കാരണം മുമ്പ് പല വീഡിയോയിലും ഞാൻ നമ്മുടേതായ ജോലികളൊന്നും അങ്ങനെ അധികം കാണിക്കാറില്ല. ഇപ്പോൾ കോഴിക്കോട് ക്ലീനിങ് ആയാലും പട്ടിക്കൂട് ക്ലീനിങ് ആയാലും വീട് ക്ലീനിങ് ആയാലും ഒന്നും അങ്ങനെ നമുക്ക് കൂടുതൽ കാണിക്കാറില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റിയൽ ലൈഫിലെ കാര്യങ്ങളാണല്ലോ കാണിക്കണ്ടേ. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട്ടിൽ നിന്ന് കയറി വന്നുള്ളൂ. ഇനി കഞ്ഞി കൂടി കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ്ങിന് ഇരിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില നേരത്ത് വീഡിയോ ഒക്കെ ഇത്തിരി ലേറ്റായി പോകേണ്ട കാരണങ്ങൾ അതൊക്കെയാണ്. ഞാനൊരു റീസൺ പറയുന്നതല്ല, കാരണങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് ഇങ്ങോട്ട് പോയിക്കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിലല്ല നമ്മൾ ഇവറ്റങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൊടുത്ത് വീട്ടുകൾ കുറയ്ക്കുകയും കുറച്ചടിക്കുകയും കേൾക്കുമ്പോൾ അത് ചെയ്യാൻ തോന്നണല്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ ചെങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നേരത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ കൊണ്ട് കൊടുത്തിട്ട് പോരും. പിന്നിപ്പോൾ ജാസ്മിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഒരു റിയൽ ലൈഫിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇക്കോൺമിയുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, 3 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് വേണം ഇനി എനിക്ക് നമ്മുടെ മുട്ട ഇടാനുള്ള ബോക്സ് ഉണ്ടാക്കാനായിട്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ സോൾവ് ആയാ? അലക്സ ടേൺ ഓൺ സ്പ്രിംഗ്ലർ പമ്പ്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ്ലർ പമ്പുകളൊക്കെ ഓണം. പിന്നെ ഒരു നന സ്പ്രിംഗ്ലറിൻ്റെ വക എല്ലാവിടെയും. കാരണം നമ്മുടെ മുമ്പിലത്തെ പുല്ലുകളും പിമ്പിൽ താഴത്തെ പറമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അടയ്ക്കാര തൈകളും ഒക്കെ ഒന്ന് നനയണം എല്ലാ ദിവസവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാവുമ്പോൾ മാങ്ങ ഉണ്ടായിട്ട് അതേ 4 മാങ്ങ ഉണ്ടായി കിടക്കേണ്ടത്. ഇതുമേ കാണാൻ പറ്റണമെന്ന് അറിയില്ല. അതേ 2, 4. നാലല്ല, ഒരു മാങ്ങ അവിടെ ഉണ്ട്. 5 മാങ്ങയുണ്ട്. അപ്പം ഞാനിവിടെ ഈ വീഡിയോ എഡിറ്റിങ്ങിലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുത്തന്തിയ വന്നിട്ടുണ്ട് കുറുമ്പനായിട്ട്. കുട്ടിക്കുറുമ്പൻ ഒച്ചമ്പകളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അവനോട് ഇരിക്കണമെന്നും പറഞ്ഞു. ഇനി ഒരു പണി നടക്കില്ല കുറേ നേരത്തേക്ക് വീട് വരണവരെ. എന്താ
അപ്പൊ അമ്മ ദേ ഇവിടെ നല്ല സൂപ്പർ കോഴിക്കോട്ട ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്ത് കൊട്ട? കൊഴുക്കട്ട. കൊഴുക്കട്ട ഉണ്ടാക്കി. കോഴിക്കോട്ടയുടെ ഉള്ളിൽ കുറെ വടിയും ബോളൊക്കെ ഉണ്ട് കേട്ടാ. പണ്ട് പള്ളിയിൽ നിന്നൊക്കെ നേർച്ച കിട്ടുന്ന ഇങ്ങനത്തെ സാധനമായിരുന്നു. ഇപ്പൊ ഒന്നും കിട്ടാറില്ല. ഇപ്പൊ കിട്ടാറുണ്ടോ? അല്ല, പണ്ട് ഇങ്ങനത്തെ സാധനമല്ല കിട്ടാറ്. ഇതന്നെയല്ല സാധനം, ഇതന്നെ കിട്ടാറ്. നൊവേനൊക്കെ കഴിഞ്ഞ് വരുമ്പോ നേർച്ചയായിട്ട് ഇങ്ങനത്തെ സാധനം കിട്ടായിരുന്നു. ഇതിന്റെ ഉള്ളൊന്നും ഇപ്പൊ ശർക്കര വെച്ചിട്ടില്ലല്ല, ഈ വലുതിന്റെ മാത്രമേ ഉള്ളൂ. ഏറ്റവും ചെറുത് നോക്കി എടുക്കാം. വേണ്ട, ചൂടാറിയിട്ട് എടുക്കാം. തൽക്കാലം ഇതുണ്ടോ നിനക്ക് വേണോടാ? കൊച്ചിന്റെ കയ്യിലുണ്ട്. കൊടുക്കല്ല, അത് നിലത്തിടും. കൊച്ചിന് ഇഷ്ടായ വെറുതെ അരിപ്പൂര് കൊണ്ടുള്ള ഒരു സാധനം. പക്ഷെ കട്ടൻ ചായ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അങ്ങനെ പറഞ്ഞില്ല അമ്മ. ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനോട് ചൂടാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ കടിക്കാനുണ്ട്? അപ്പൊ ഞാൻ ഗ്രേസിന്റെ സ്കൂൾ ബസ്സും വെയിറ്റ് ചെയ്ത് വഴിയിൽ ഇങ്ങനെ നിൽക്കാണ്. ഇപ്പൊ വരും. ഓടല്ലേടി. അങ്ങനെ നമ്മുടെ ഗ്രേസ് കൊച്ചെത്തിപ്പോയിട്ടുണ്ട്. ബാഗൊക്കെ ഉള്ളി കൊണ്ട് വെച്ചോളട്ടാ. ഇത് ഭയങ്കര ഒച്ചമ്പകളായിരുന്നല്ലോ ബസ്സിൽ വന്നിട്ടായിരുന്നു കളിക്കണ. അപ്പൊ നമ്മുടെ കോഴിക്കോട്ടയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഴിക്കോട്ട. ഇതിന്റെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാവും. നീ കാണാത്തവർക്ക് നീ മെഴുകുതിരിയാൻ പോവാ? ഒരു സ്പൂണോ? നീ അന്ന് നീ മെഴുകുതിരി സ്പൂൺ എവിടെയാ? ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് എടുത്തു തരാം. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇവിടെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ജാസ്മി ചേച്ചി വന്നിട്ടുണ്ട്. അമ്മ ഒന്നും അറിയാത്ത പോലെ പാവം. പകുതി ഓടിച്ചെന്നാണ് അതിങ്ങനെ ഒടിയാറായിട്ടിരിക്കുന്നു. അപ്പൊ ഞാനത് വിഷമാണ്ടല്ലോ ഓടിച്ചു തിന്നടി. വേണ്ടായിട്ടാ മതി. കോഴിക്കോട്ട് കട്ടൻ ചായ. ഇപ്പൊ ഗ്രേസ് ഇവിടെ മെഴുകുതിരി കത്തിച്ച് പിടിച്ചോണ്ടാണ് സ്പൂണും വെമ്പിച്ച്. മോൾക്ക് എന്തിന്റെ അസുഖം മോളെ? ഫുള്ള് കത്തിച്ചു തീർക്കോ? നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളുടെ വീടും പറമ്പും അടിച്ചു വാരി കൊടുക്കപ്പെടുന്നു. ആ ജാസ്മിൻ ചൂലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജാസ്മിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കി തരും. ഇത് കണ്ടവർക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ചൂല് ഇതൊക്കെ മേടിച്ചത്. എന്തിനാ? എന്നിട്ട് അരങ്ങുണ്ടാക്കി കൊടുക്കും വീട്ടിൽ ചെന്നിട്ട്. ആ വിടൂ. നമ്മുടെ പടിഞ്ഞാറൻ മീറ്റ് അടിച്ചു കഴിഞ്ഞാ പേയ്മെന്റ് കിട്ടിയില്ല. പോട്ടെ പോട്ടെ അങ്ങോട്ട്. സ്പീഡ് 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 സ്പീഡ്. എടി നീ ഇങ്ങനെ പതുക്കെ ഇവിടെ കല്ലിന്റെ മുകളിൽ കൂടെ കയറി പോവില്ലാന്ന്. ഇച്ചിരി സ്പീഡ് ചവിട്ട്. ആ അങ്ങനെ പോട്ടെ അങ്ങോട്ട്. പോട്ടെ 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 സ്പീഡിൽ പോ. ബെല്ലം ഉപയോഗിക്കും. നീ പോട്ടെ. സ്റ്റീവ് ഇപ്പൊ വേണമെന്ന് പറയോ ചോട്ടാൻ? കുറച്ച് മൂത്രം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വാ 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 പോട്ടെ പോട്ടെ. ഇന്ന് ആക്ച്വലി ഇവരുടെ കോഴികളുടെ കൂടല്ല മുട്ടയിടാനുള്ള പെട്ടിയൊക്കെ ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്നും നടന്നില്ല. ഇന്ന് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടില്ല. എങ്കിലും 2 വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം കഴിഞ്ഞു. അപ്പം ഇനി നാളെ എന്തായാലും അതിന് വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേസിന് കളിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട് ഗ്രേസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതേ പിന്നെ മോളെ തുണി എടുക്കാം, അപ്പം എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന പണികളാണ് വീഡിയോ കൂടെ കാണിക്കണമെങ്കിലും അത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് പേർക്ക് ഇഷ്ടമല്ലാന്ന് അറിയാം. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് 1000 നന്ദി. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.